CPM നേതാവ് സുരേഷ് താളൂർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ്, ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വ്യാപകമായ പിരിവ്, വ്യാപകമായ തട്ടിപ്പാണ് IC ബാലകൃഷ്ണൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പരാതി, അനീഷ് ജോസഫിന്റെ പരാതി, 2014 15 ലക്ഷം രൂപ അനീഷ് കൈനിക്കൽ എന്ന് പറയുന്ന IC ബാലകൃഷ്ണന്റെ PAക്ക്, ഓഫീസിൽ അല്ലെങ്കിൽ സഹായിക്ക്, സിൽബന്തിക്ക് നൽകിയെന്നതാണ്. ഇതുവരെ ജോലിയും കിട്ടിയിട്ടില്ല, പണം തിരികെ കൊടുത്തിട്ട് 2.5 ലക്ഷം രൂപ തിരികെ കിട്ടിയെന്നുള്ള കാര്യം അനീഷ് ജോസഫ് പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അനൂപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഇങ്ങനെ കൂടുകയാണ്. IC ബാലകൃഷ്ണൻ ആദ്യം പറഞ്ഞു ഈ തട്ടിപ്പിൽ തനിക്ക് പങ്കില്ല, പിന്നീട് ഇതാ പുറത്തു വരുന്നു, സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുകയാണ് ഇന്നയാൾക്ക് നിയമനം കൊടുക്കണമെന്ന്. ഇവിടെ പല ആളുകളെ വെച്ച് പണപ്പിരിവ് നടത്തുകയായിരുന്നു. പണം പിരിച്ചു എന്ന് മാത്രമല്ല, പണം നൽകിയവർക്ക് 11 വർഷം 10 വർഷമായിട്ടും ജോലി കൊടുത്തതുമില്ല, പണവും കൊടുത്തില്ല. ഒരേ സമയം തന്നെ നിയമന തട്ടിപ്പിന് പണം വാങ്ങുന്നു, മറ്റു പലരിൽ നിന്ന് പണം വാങ്ങിയിട്ട് തിരികെ കൊടുക്കുന്നുമില്ല. എന്തൊരു തട്ടിപ്പ്! കേരളം കാണുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്ന്. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് പുറത്തു വന്നതെല്ലാം വലിയ അഴിമതി മലയുടെ ഒരു അഗ്രഭാഗം മാത്രമാണ്. അതായത് ഇനിയും കോടികളാണ് മറഞ്ഞിട്ടുള്ളത്. ശ്രീമാൻ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയതിനു ശേഷം വിപുലമായ നെറ്റ്വർക്ക് ഉണ്ടാക്കി തനിക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന തന്റെ ഗ്രൂപ്പുകാരായിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന എല്ലാ ബാങ്കുകളിൽ നിന്നും നിയമിക്കുന്നതിന് വേണ്ടി താഴെ വരെ നെറ്റ്വർക്ക് ഉണ്ടാക്കി പണം വാങ്ങിയെടുക്കുകയാണ് ചെയ്തത്. അത് സംബന്ധിച്ചുള്ള ഓരോ ദിവസവും വരുന്ന വെളിപ്പെടുത്തൽ ശക്തിപ്പെട്ട ഇദ്ദേഹത്തോട് പണം വാങ്ങിയാൽ ഇദ്ദേഹം ഇപ്പോൾ പരാതി SP-ക്ക് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പരാതി SP-ക്ക് അയച്ചതിന് ശേഷം ഇദ്ദേഹത്തെ ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് ഈ ബെന്നി കൈനിക്കൽ തന്നെ ബന്ധപ്പെട്ട് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും ലോകായുക്തയ്ക്കും ഒക്കെ കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്, ഇരകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ആ ഇരകളെല്ലാം സ്വാധീനിച്ച് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. വളരെ അടിയന്തരമായി വിജിലൻസും കേരളത്തിലെ പോലീസ് സംഘവും ഇടപെടണം. ഈ വന്നിട്ടുള്ള ആളുകളെല്ലാം ചോദ്യം ചെയ്യാനും ഈ പണമെല്ലാം എങ്ങോട്ട് പോയി എന്ന് നോക്കാനും ഈ IC ബാലകൃഷ്ണന്റെയും അദ്ദേഹത്തിന്റെ PA ബെന്നിയുടെയും അതേപോലെ തന്നെ നേരത്തെ ആരോപണ വിധേയരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഫോൺ കോൾ പിടിച്ചെടുക്കണം, അത് പരിശോധിക്കണം, സൈബർ വിങ്ങിന്റെ സഹായം തരണം. അങ്ങനെ വന്നാൽ വലിയ രൂപത്തിലേക്ക് കോടികൾ ശേഖരിച്ചതിന്റെയും ആ കോടികൾ എങ്ങോട്ട് പോയി, അതെവിടെ കൊണ്ടുപോയി ചെലവഴിച്ചു, എന്ത് ബിസിനസ്സാണ് നിക്ഷേപിച്ചുള്ളത് എന്ന് പറയുന്ന കേരളം ഞെട്ടാൻ വേണ്ടി പോകുന്ന വലിയ തട്ടിപ്പിന്റെ കഥയാണ് പുറത്തു വരിക. ഗൗരവമേറിയതാണ് വിഷയം. ശ്രീ സുരേഷ്, ഒരു സംശയത്തിന്, കാരണം താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. അന്ന് ഒരു സ്വീപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് 20 പേരുടെ ഇന്റർവ്യൂ ആണ് നടത്തിയത്. 17 പേരെ നിയമിക്കണമെന്ന് അർബൻ ബാങ്ക് പ്രസിഡന്റിനോ IC ബാലകൃഷ്ണൻ പറഞ്ഞതായുള്ള വിവരങ്ങൾ നേരത്തെ വരികയും ചെയ്തു. അതിനർത്ഥം 17 പേരിൽ നിന്ന് മാത്രം, അതായത് ആ അർബൻ ബാങ്കിലെ ഒരു നിയമനത്തിൽ മാത്രം, ആ 17 നിയമനത്തിൽ മാത്രം 17 പേരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ളതായുള്ള വിവരങ്ങൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല വയനാട്ടിലെ മറ്റു പല സഹകരണ ബാങ്കുകളിലേക്കും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലേക്ക് നിയമനം നടത്തി. അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ NM വിജയൻ മേടിച്ച 1.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുക മാത്രമാണ്. വലിയ വലിയ കോടികളുടെ കണക്ക്, വലിയ തട്ടിപ്പുകളുടെ എത്ര പേർ ഇനി തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്, നിരവധി പേർ ഇനി മുന്നോട്ട് വരാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിലെ തന്നെ ചില മാന്യന്മാരായ നേതാക്കന്മാർ വിവിധ ഘട്ടങ്ങളിൽ KPCC പ്രസിഡന്റ് സുധീരൻ ഉൾപ്പെടെ പരാതി അയച്ചിരുന്നു. ആ പരാതിയെല്ലാം സംസ്ഥാന കമ്മിറ്റി KPCC ഓഫീസിലുണ്ട്. അതിലൊന്നും ഫലപ്രദമായി ഇടപെടാതെ ഇവരെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, KPCC നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടു കൂടിയാണ് IC ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ ജില്ലയിൽ ഈ തട്ടിപ്പെല്ലാം നടന്നത്. അതുകൊണ്ടാണ് NM വിജയേട്ടൻ മരിച്ച ഉടനെ കോൺഗ്രസ് നേതൃത്വം ഓടിയെത്തി എല്ലാ ബാധ്യതയും ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, എല്ലാ അഴിമതി ഞങ്ങൾ തേച്ചു മാറ്റി കളയാം, ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പുറത്തു പറയരുത്, ഒക്കെ ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന രൂപത്തിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പറയുന്നത്. ഇതിന്റെ അന്വേഷണം ചെന്ന് നിൽക്കുക KPCC ഓഫീസിലാണ്, KPCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളിലാണ്. അതുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടെ വലിയ തട്ടിപ്പാണ് വയനാട് ജില്ലക്കകത്ത് നടത്തത്. അതിലെ ഇപ്പോഴത്തെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും MLA-യും ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കന്മാർ അടങ്ങുന്ന വലിയ നെറ്റ്വർക്കാണ് ഇതിന്റെ പുറകിലുള്ളത്. പല സാധുക്കളും പാവങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട്. അവർ ഭയന്നാണ് ഈ ആക്ഷേപം വന്നതോടുകൂടെ പലരെയും അവർ സമീപിക്കുകയാണ്. അവർ ഞങ്ങളെടുത്തുണ്ട്, അവിടെ എത്തുമ്പോൾ അവർ ഞങ്ങളെ വിളിച്ചു പറയും, ഇങ്ങനെ വന്നിട്ടുണ്ട്, പൈസ തരാന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, 4 ദിവസം കൂടി നോക്കട്ടെ, ഒരാഴ്ച കൂടി നോക്കട്ടെ എന്ന്. ഇനിയും വരും, ഇനിയും ഇവര് പണം കൊടുക്കാനുള്ളവർ ഇനിയും പുറത്തു വരും ദിവസങ്ങളിൽ വരുന്നത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വലിയ അഴിമതിയാണ് വയനാട് ജില്ലക്കകത്ത് ഈ സഹകരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് കൊള്ളയടിക്കാൻ വേണ്ടി നോക്കിയത്. അതിന്റെ രക്തസാക്ഷിയാണ്, അതിന്റെ ഇരയാണ് വിജയേട്ടന്റെ മകൻ. ആ വിജയേട്ടന്റെയും മകനെയും തള്ളി പറയുകയായിരുന്നു സുധാകരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ ചെയ്തത്. അവരെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ അന്വേഷണം എത്തി അവസാനം എത്തിച്ചേരുന്നത് K സുധാകരനിലേക്കും VD സതീശനിലേക്കും ചെന്നിത്തലയിലേക്കും വരെ
ചെന്നിത്തലയൊക്കെ വളരെ മാന്യമായി വന്നിരുന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയായിരുന്നല്ലോ. അത്തരത്തിൽ ഈ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളിനെ വെള്ളപൂശുന്ന നിലപാട്, ആ കുടുംബത്തിന് വകതിരിവില്ല എന്ന തരത്തിൽ പറയുന്ന കെ സുധാകരൻ, അവരെ ഭീഷണിപ്പെടുത്തിയ വി ഡി സതീശൻ, ഒരുപക്ഷെ വയനാട് ജില്ലയിൽ ഈ തട്ടിപ്പിന്റെ ഇടനിലക്കാരനായി ഐ സി ബാലകൃഷ്ണൻ എൻ എം വിജയനെ ഉപയോഗിച്ചതുപോലെ സംസ്ഥാനത്ത് KPCC ആസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ തട്ടിപ്പിന്റെ നേതൃത്വം ഐ സി ബാലകൃഷ്ണൻ വയനാട്ടിൽ നിന്ന് പണം വാങ്ങിയതുപോലെ മറ്റു ജില്ലകളിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടാകാം. താങ്കൾ പറഞ്ഞു തന്നെയാണ് കാര്യം. KPCCയിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട്. ഒരു കാര്യം കരുവന്നൂർ തട്ടിപ്പ് വന്നപ്പോൾ CPM-ന്റെ ചെറിയ തലത്തിലുള്ള പ്രവർത്തകന്മാർ പോലും ബന്ധപ്പെട്ടപ്പോൾ അവരെ പേരിൽ നടപടിയെടുത്ത പാർട്ടിയാണ് CPM. ആ CPM-ന്റെ ധാർമ്മികതയെ പരിഹരിക്കുന്നവരാണ് കോൺഗ്രസ്. നോക്കൂ, ഞാൻ ചോദിക്കാം, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, DCC മുൻ പ്രസിഡന്റും MLA ആയ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള KL പോലീസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പേര് വന്നിട്ട് ഒരു താക്കീത് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടോ? എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? നടപടി സ്വീകരിച്ചാൽ ഐ സി ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും പേര് നടപടി സ്വീകരിച്ചാൽ ഐ സി ബാലകൃഷ്ണനും ND അപ്പച്ചനും VD സതീശന്റെയും ഈ സുധാകരന്റെയും പേര് പറയുമെന്ന ഭയമാണ് കോൺഗ്രസ് നേതൃത്വത്തെ. അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്. വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പച്ചനെ മാറ്റാൻ, ഐ സി ബാലകൃഷ്ണൻ മാറ്റാൻ, ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കാൻ. പറയാനുള്ള ധൈര്യം സുധാകരനില്ല, പറയാനുള്ള ധൈര്യം സതീശനില്ല. അത് ഇല്ലാത്തതുകൊണ്ടാ ഈ പറയുന്ന ഇവർക്ക് ഭയമാണ്. ഈ അഴിമതിയുടെ പങ്ക് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു എന്നാണ് പ്രശ്നം. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ അഴിമതിയാണ്. വയനാട്ടിലെ നിരവധി ഉദ്യോഗാർത്ഥികളെ തട്ടിച്ച് കോടികൾ മുക്കിയിരിക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഈ സംഘം. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാവണം, വലിയ പ്രതികരണം ഉണ്ടാവണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം, കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതികരിക്കണം. ശക്തമായ നടപടി സർക്കാരിന്റെയും അധികാരികളുടെയും ഭാഗത്തുനിന്നുണ്ടാവണം. ശരി, വളരെ നന്ദി ശ്രീ സുരേഷ് താളൂർ, ഈ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളിൽ പ്രതികരണം നടത്തിയതിന്.